അതു നമ്മൾ രണ്ട് മരണം എന്നൊക്കെ ആദ്യം വാർത്ത നൽകി. പക്ഷേ അന്ന് തന്നെ അവിടുത്തെ ആളുകൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരും ചിന്തിക്കുന്നിടത്തല്ല ഇതിന് അപ്പുറത്ത് വലിയ വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ്. കേട്ടിട്ടും ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള അത്രയും വ്യാപ്തിയുള്ള ഒരു ദുരന്തമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. മരണസംഖ്യ നിങ്ങൾ വിചാരിച്ചെടുത്തൊന്നും നിൽക്കില്ല എന്നൊക്കെ ആ പ്രദേശത്തുള്ളവർ പറയുന്നുണ്ടായിരുന്നു. കാരണം അത്രയും വീടുകൾ നഷ്ടപ്പെട്ടു പോയി, അത്രയും ആളുകളെ കാണാനില്ല എന്ന് അവർക്കറിയായിരുന്നു. ഇന്ന് രാവിലെ മുണ്ടക്കൈയിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ചയും അതുതന്നെയാണ്. മുണ്ടക്കൈ ഈ 6 മണിയോടെയാണ് ഈ പാലം കടന്ന്, സൈന്യമുണ്ടാക്കിയ താൽക്കാലിക പാലം കടന്ന് മുണ്ടക്കൈയിലേക്ക് ഞാൻ പോയത്. എത്രയോ തവണ പോയിട്ടുള്ള സ്ഥലം, ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ ആ രാത്രിക്ക് മുൻപ് അന്ന് പകൽ 3 മണിക്ക് കൂടി പോയ സ്ഥലം. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും ബാക്കിയില്ല. ആദ്യം കാണുന്നത് ആ GLP സ്കൂളാണ്. അതിൻ്റെ ഗ്രൗണ്ടൊക്കെ പുഴയായി മാറിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും താഴത്തെ കെട്ടിടം തകർന്ന രൂപത്തിലാണ്. മുറ്റത്തൊക്കെ ആ കെട്ടിടത്തിലെ സാധനങ്ങൾ, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളടക്കം ചിതറിക്കിടക്കുന്നു. ആ സ്കൂളിൽ നിന്ന് വീണ്ടും മുകളിലേക്ക് കയറുമ്പോൾ ടാർ റോഡ് മുഴുവൻ മുട്ടിന്, ആദ്യഘട്ടത്തിൽ മുട്ടിന് ചെളിയാണ്. പിന്നീട് അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല. ആദ്യം പള്ളിയുടെ അടുത്തെത്തുമ്പോൾ ചുറ്റുമുള്ള വീടുകളൊക്കെ തകർന്നിരിക്കുന്നു. പല വീടുകളുടെയും 1-ാം നില മൂടിപ്പോയിരിക്കുന്നു. 2-ാം നിലയുടെ മുകൾ ഭാഗമൊക്കെയാണ് കാണുന്നത്. മറുഭാഗത്ത് ഈ വലതുവശത്ത് റോഡിൻ്റെ കുറച്ചുകൂടി താഴ്ന്ന ഭാഗത്തുള്ള കെട്ടിടങ്ങളില്ല, അവിടെ മണ്ണ് മാത്രമേ കാണാനുള്ളൂ. മുകളിലേക്ക് നോക്കുമ്പോൾ, ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് നോക്കുമ്പോൾ അതിഭീകരമായ രീതിയിൽ ഈ പുഞ്ചിരിമട്ടം ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഭാഗത്ത് നിന്ന് പൊട്ടി വന്നിരിക്കുന്ന ദൃശ്യങ്ങളും അവിടെ എത്തുമ്പോഴാണ് കാണുന്നത്. ഒരുപക്ഷെ മുൻപ് കുറിച്ചിർമലയിലൊക്കെ ഉരുൾപൊട്ടിയിരുന്നു 2018-ലോ 2019-ലൊക്കെ. പക്ഷേ അന്ന് അവിടെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ച് ജനവാസമില്ലാത്തത് കൊണ്ട് അത് വലിയൊരു ദുരന്തമായി മാറിയില്ല. പക്ഷേ അതുപോലെയാണ് പൊട്ടി ഒഴുകി അത്രയും ദൂരം വന്നിരിക്കുന്നത്. ഇപ്പോഴും പൂർണ്ണമായി അവിടേക്ക് ആളുകൾക്ക് എത്താനും, നമ്മളിന്ന് മാധ്യമങ്ങളുടെ എല്ലാ അവിടുത്തെ എവിടെ എന്താണ് സംഭവിച്ചത് എന്ന് 40 വീടുകൾ പൂർണ്ണമായും ചെളിക്കടിയിലാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ. എന്നിരുന്നാലും പൂർണ്ണ രീതിയിലുള്ള ചില സംവിധാനങ്ങളൊന്നും അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. ഇപ്പോഴും ബെയിലി പാലത്തിന്റെ നിർമ്മാണമാണ്. മുണ്ടക്കൈ കരുതി വെച്ചിരിക്കുന്നത് കൂടുതൽ വലിയ ദുരന്തമാണോ? മാധു, കൂടുതൽ വലിയ ദുരന്തം തന്നെ ആയിരിക്കും അവിടെ നിന്ന് അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരിക. കാരണം യന്ത്രസഹായത്തോടെയുള്ള തെരച്ചിലായിരിക്കും ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാവുക. ഇന്ന് ഇപ്പോൾ സൈന്യമടക്കം കയ്യിൽ ആയുധങ്ങളൊക്കെ ആയാണ് തെരഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ വീടിൻ്റെ 1-ാം നില പൂർണ്ണമായും ഒക്കെ മൂടിപ്പോയ അവസ്ഥയുണ്ട്. JCB ഇന്ന് എത്തിച്ചിട്ടുണ്ട്, നാളെ കൂടുതൽ എത്തിക്കും. ആ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാൽ കൂടുതൽ യന്ത്രസഹായത്തോടെയുള്ള തെരച്ചിൽ നടക്കുമായിരിക്കും. അപ്പോഴായിരിക്കും കൂടുതൽ ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാവുക എന്ന് എനിക്ക് തോന്നുന്നു. ആ ഭാഗത്ത് സീതമ്മക്കുണ്ട് എന്നൊരു, അതാണ് ഞാൻ നേരത്തെ പറയാൻ വന്നത്, സീതമ്മക്കുണ്ട് എന്നൊരു കൊച്ചു വെള്ളച്ചാട്ടവും ഒരു കുഴിയും ഉണ്ടായിരുന്നു. സീതാദേവി കുളിച്ചതാണെന്നൊക്കെയുള്ള ഐതിഹ്യമുള്ള സ്ഥലം. ആ ഭാഗമൊന്നും കാണാനേ ഇല്ല അരുവിയിൽ. ആ ഭാഗത്തെ പാറക്കല്ലുകളൊക്കെ ഒഴുകി വെള്ളാർമല സ്കൂളിനടുത്തോ മറ്റോ എത്തിപ്പോയിരിക്കുന്നു. ആ ഭാഗമൊക്കെ തുടച്ച് നീക്കിപ്പോയിരിക്കുന്നു. അത്തരത്തിൽ ഭൂപ്രകൃതി തന്നെ മാറിപ്പോയിരിക്കുന്നു. മുണ്ടക്കൈ എന്നൊരു ചെറിയ പട്ടണമായിരുന്നു, ചെറിയൊരു അങ്ങാടി, അത് ഇല്ല. അവിടെ തുടച്ച് നീക്കിപ്പോയ ഒരു അവസ്ഥയാണ് മുണ്ടക്കൈയിലേക്ക് പോകുമ്പോൾ. അതൊരു ജനവാസ മേഖലയാണെന്ന് അവിടെ ഒന്നും അവശേഷിപ്പിക്കാത്ത രീതിയിലാണ് ഈ ദുരന്തം മുണ്ടക്കൈയെ തുടച്ച് നീക്കിയിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വ്യാപ്തി നമുക്ക് അടുത്ത ദിവസങ്ങളിലെ തെരച്ചിലായിരിക്കും മനസ്സിലാവുക. മാധു.